തിരുവനന്തപുരത്ത് നിന്ന ഒരു വാർത്തയാണ്. കൈതമുക്കിൽ ബേക്കറിയിൽ തീപിടുത്തം, പൊള്ളലേറ്റ് ഒരാൾ മരിച്ചു. 85 വയസ്സുള്ള അപ്പു ആചാരിയാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഫയർഫോഴ്സ് സംഘം അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയുമാണ്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, എപ്പോഴാണ് ഈ തീപിടുത്തമുണ്ടായത്? ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് തീ പടർന്നപ്പോഴും അയാളെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ തീ അണയ്ക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ലേ? എന്താണ് അവിടെ സംഭവിച്ചത്? ഗോകുൽ, നിന്ന് അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ ഈ കൈതമുക്കിലൊരു ബേക്കറിയിൽ ഈ തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് വ്യക്തമല്ല. ഈ ഷോർട്ട് സർക്യൂട്ട് ആണോ മറ്റു കാരണങ്ങൾ എന്താണോ ഒന്നും അറിയില്ല. ഈ കൈതമുക്കിൽ ജംഗ്ഷനിലുള്ള, അതായത് പാസ്പോർട്ട് ഓഫീസിന് സമീപമുള്ള ഈ ഹരി ബേക്കറി എന്ന കടയിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. ഈ സമയത്ത് കടയിൽ ഉണ്ടായിരുന്ന 3 പേർക്കാണ് പൊള്ളലേറ്റത്. അതിൽ അപ്പു ആചാരി എന്നയാൾ, 85 വയസ്സുള്ള അപ്പു ആചാരി എന്നയാളാണ് മരിച്ചത്. ഇവരെ 3 പേരെയും മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരുന്നു. ഈ ചികിത്സയ്ക്കിടെയാണ് ഈ അപ്പു ആചാരി മരണപ്പെട്ടത്. ഈ ഫയർഫോഴ്സ് സംഘം തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഈ 2 പേർക്ക്, മറ്റു 2 പേർക്ക്, കുമാർ പാണ്ഡ്യൻ എന്നിവർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. നിലവിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം ആണ് ഇത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ഇവിടെ തുടരുന്നത്. അല്പസമയം മുമ്പ് ഏകദേശം 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കൈതമുക്കിൽ ഒരു ബേക്കറിക്ക് തീ പിടിച്ചത്. കട മുഴുവനായി കത്തി നശിച്ചു. തിരുവനന്തപുരം കൈതമുക്കിലെ ബേക്കറിയിൽ ഉണ്ടായ തീപിടുത്തത്തിലാണ് അപ്പു ആചാരി എന്ന 85 വയസ്സുകാരൻ മരിച്ചത്. 2 പേർ കൂടി ഗുരുതരമായി പൊള്ളലേറ്റുണ്ട്. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്, അതും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് ആ തീ പടർന്ന് പിടിച്ചത് എങ്ങനെയെന്നതൊക്കെ ഇനി വരും മണിക്കൂറുകളിലായിരിക്കും വിവരങ്ങൾ പുറത്തുവരിക. 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോഴും അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.